സംശയം ഉണ്ടാവില്ല. സംശയം പട്ടികളെ. അഭിനയകലയുടെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ മഹാനടന് അധികമാരും പറഞ്ഞു കേൾക്കാത്തൊരു കഥയുണ്ട്. അതറിയണമെങ്കിൽ കുറച്ച് പിറകോട്ട് പോകണം. 1950-60 കാലഘട്ടം. സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ഒരു സൈനികാശുപത്രി സന്ദർശിക്കാൻ വരുന്നു. പരുക്കേറ്റ് കിടക്കുന്ന സൈനികരെ കാണുക തന്നെ ലക്ഷ്യം. ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നെഹ്റുവിനോട് ഒരു സൈനികനും സംസാരിക്കരുതെന്ന് പട്ടാള മേധാവിയുടെ കർശന നിർദ്ദേശമുണ്ട്. എന്നാൽ ഒരു യുവാവ് തന്റെ കട്ടിലിന് അരികിൽ പ്രധാനമന്ത്രി നെഹ്റു എത്തിയപ്പോൾ പട്ടാള മേധാവികളുടെ വിലക്ക് ലംഘിച്ച് എന്തോ പറയാൻ മുതിർന്നു. മുതിർന്ന സൈനികർ വിലക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞ് നെഹ്റു കാര്യം പറയാൻ യുവ സൈനികനോട് പറഞ്ഞു. അതിശൈത്യത്തിൽ പരുക്കേറ്റ തന്റെ കാല് മുറിച്ചു മാറ്റാൻ സൈനികാശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണമെന്നും ആ യുവാവ് പറഞ്ഞു. ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതം എന്തായാലും അത് സ്വന്തം ഉത്തരവാദിത്തം എന്ന നിലയിൽ ഏറ്റെടുത്തു കൊള്ളാമെന്നും ആ യുവാവ് പറഞ്ഞു. സൈനികാശുപത്രിയിൽ നിന്നും തിരിച്ചുപോയ നെഹ്റു ആ യുവാവിന്റെ കാര്യത്തിൽ നിലവിലെ നിയമത്തിൽ നിന്നും ഇളവ് നൽകാൻ നിർദ്ദേശിച്ചു. നിലവിൽ സൈനികാശുപത്രിയിൽ ഡോക്ടർമാർ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുക എന്നതായിരുന്നു നിയമം. തന്റേടിയായ ആ യുവാവിനു വേണ്ടി ഈ നിയമം മാറി നിന്നു. യുവാവ് കേരളത്തിലെ കൊല്ലത്തുള്ള തന്റെ നാട്ടിലെത്തി. പല ചികിത്സകളും നടത്തി. ഒടുവിൽ അത്ഭുതമെന്ന് പറയട്ടെ, യുവാവിന്റെ നിശ്ചയദാർഢ്യം വിജയിച്ചു. ഏറെ നാളത്തെ ശ്രമഫലമായി കാലുകൾ മുറിച്ചു മാറ്റാതെ യുവാവ് രക്ഷപ്പെട്ടു. പിന്നീട് ആ യുവാവ് അഭിനയ കലയിലേക്ക് ചുവടുവെച്ചു. നാടകത്തിലും പിന്നീട് മലയാള സിനിമയിലും തിളങ്ങി. അയാളാണ് അഭിനയ കലയിലെ പെരുന്തച്ഛനായി മാറിയ തിലകൻ എന്ന മഹാനടൻ. മലയാള സിനിമയിൽ തൻ്റെടത്തോടെ നിരവധി ദശകങ്ങൾ സ്വഭാവ നടനെന്ന നിലയിൽ തിലകൻ നിന്നതും അന്ന് മുറിച്ചു മാറ്റേണ്ടതായ ഈ കാലുകൾ ഉപയോഗിച്ചായിരുന്നു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ അഭിനയരംഗത്ത് സജീവമായിരുന്നു തിലകൻ. കോളേജ് വിട്ട ശേഷം മുണ്ടക്കയം നാടക സമിതിക്ക് രൂപം കൊടുത്തു. 1966 വരെ KPSCയുടെ ഭാഗമായിരുന്ന തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ കേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. തുടർന്ന് PJ ആന്റണി രൂപം കൊടുത്ത നാടക സമിതിയിലും പ്രവർത്തിച്ചു. PJ ആന്റണിയുടെ മരണശേഷം ആ നാടക ഗ്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. ഇതിനിടയിൽ റേഡിയോ നാടകങ്ങൾക്കും തിലകൻ ശബ്ദം നൽകി. രാജ്യം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭകളിലൊരാളായ തിലകൻ സ്വാഭാവികമായ ഡയലോഗ് പ്രസന്റേഷനിലൂടെ തൻ്റെതായ അഭിനയ ശൈലിയുടെ ഉടമയാണ് എന്ന് പറയാം. സുരേന്ദ്രനാഥ് തിലകൻ എന്നറിയപ്പെടുന്ന തിലകൻ 6ാം വയസ്സിലെ അഭിനയത്തിന്റെ പ്രതിഭ കാട്ടിയ അപൂർവ വ്യക്തിത്വമാണ്. 1979 KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 3 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര അഭിനയത്തിലൂടെ ജീവിതഗന്ധിയായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. മലയാളത്തിൽ 300-ലേറെ സിനിമകളിൽ വേഷമിട്ട തിലകൻ 2012 സെപ്റ്റംബറിലാണ് അന്തരിച്ചത്. തിരിഞ്ഞു നോക്കിയാൽ വിപ്ലവം തീർത്ത ഒരുപാട് കഥകളുണ്ട് തിലകൻ എന്ന മഹാപ്രതിഭയെക്കുറിച്ച് പറയാൻ. ജാതിക്കും മതത്തിനുമെതിരെ കോളേജ് കാലഘട്ടത്തിൽ പ്രതിഷേധിച്ചു നിന്ന അദ്ദേഹം പിന്നീട് പല അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തി. പലരെയും അത് ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയാം. തൻ്റെ സൈനിക ജീവിതത്തിലുണ്ടായ ഈ ഒരൊറ്റ അനുഭവം തന്നെ ധാരാളമാണ് തിലകൻ എന്ന മഹാനടൻ ആരാണെന്നറിയാൻ. അദ്ദേഹത്തിന് മുമ്പും ശേഷവും ഇത്രയും കരുത്തുറ്റ മറ്റൊരു നടനും വന്നിട്ടില്ലെന്ന് നമുക്ക് തറപ്പിച്ച് പറയാം.